ബിഗ് ബോസ് സീസൺ അടുത്തത് തുടങ്ങാറായി നിൽക്കവേ എല്ലാവരും ചിന്തിക്കുന്നത് ആരായിരിക്കും ആ അവതാരകൻ എന്നത് തന്നെയാണ്. ആരായിരിക്കും അവതാരകനായി എത്തുന്നത് എന്നത് ചോദിച്ചുകൊണ്ടെത്തുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഓരോ വാർത്തയും എത്തുന്നുണ്ട്. ഇപ്പോൾ അവതാരകനെ ഉൾപ്പെടെ തേടുന്നുണ്ടോ എന്നാണ് പ്രേക്ഷകരുടെ സംശയം. ബിഗ് ബോസിലേക്ക് പുതിയ കോണ്ടന്റ് മാനേജർ, പുതിയ എഡിറ്റർ, സബ് എഡിറ്റർ, പ്രൊഡക്ഷൻ കൺട്രോളർ തുടങ്ങി നിരവധി ആളുകളെ തേടുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് മലയാളത്തിലും തമിഴിലുമായിരുന്നു ഇത് പുറത്തു വന്നത്. പ്രൊഡക്ഷൻ മാനേജറെയും കോണ്ടസ്റ്റന്റ് മാനേജറെയും ഡെയിലി പ്രൊഡ്യൂസറെയും ടാസ്ക് ടീമുകളെയും എഡിറ്റേഴ്സിനെയും ലോഗർ ടീമുകളെയും സ്റ്റോറി പ്രൊഡ്യൂസേഴ്സിനെയും ക്രിയേറ്റീവ് ടീമിനെയും റൈറ്ററിനെയും എവിക്ഷൻ ടീമിനെയും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. തമിഴിലും ഇതേ വേക്കൻസികൾ തന്നെയാണുള്ളത്. മലയാളത്തിലെ സീസൺ 8 ബിഗ് ബോസിലെ തമിഴിലെ സീസൺ 10 തുടങ്ങാനിരിക്കുന്നത്. എന്നാൽ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അവതാരകർ മാറിയോ എന്നാണ് യഥാർത്ഥ ചോദ്യം. ഇവരുടെ അവതാരകർ മാറിയിട്ടുണ്ടെങ്കിൽ അത് അറിയണമായിരുന്നു. എന്നാൽ മോഹൻലാൽ ഇപ്പോൾ മറ്റൊരു ഷൂട്ടിംഗ് സെറ്റിലാണ്. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ശരിക്കും ഇതറിഞ്ഞോ എന്നതാണ് അടുത്ത ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നത്. പ്രേക്ഷകരും ഈ ഒരു വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ബിഗ് ബോസിലേക്ക് അവതാരകരെ ക്ഷണിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ബിഗ് ബോസിൽ ഇനിയിപ്പോൾ മോഹൻലാൽ അവതാരകനിൽ നിന്ന് മാറി അടുത്തതാരാകുമെന്നുള്ള ചോദ്യമാണുള്ളത്. കുഞ്ചാക്കോ ബോബനെയാണ് പിന്നീട് എല്ലാവരും പരിഗണിക്കുന്നത്. മറ്റേതെങ്കിലും താരം അങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. ഇതിനു മുൻപും ജഡ്ജായി കുഞ്ചാക്കോ ബോബൻ പല ഷോകളിലും ഇരുന്നിട്ടുണ്ടെങ്കിലും അവതാരകനായി അദ്ദേഹത്തിന് എവിടെയും കാണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊരു സംശയമുണ്ട്, അദ്ദേഹം അങ്ങനെ വരുമോ എന്നത്. എന്നാൽ കുഞ്ചാക്കോ ബോബൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ പറയണം. പ്രേക്ഷകരും വളരെയധികം സ്നേഹത്തോടെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കുഞ്ചാക്കോ ബോബൻ കൂടി ഉണ്ടെങ്കിൽ നന്നായേനെ. എന്നാൽ മോഹൻലാലോളം ഒന്നും വരില്ല. മോഹൻലാലിൻ്റെ അത്ര ഒരാൾക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ആഴ്ചയിൽ 2 ദിവസം കാണാൻ മാത്രം പ്രേക്ഷകർ വരുന്നവരുണ്ട്. എവിക്ഷനും അതിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് അറിയുന്നതും മോഹൻലാൽ വരുന്ന എപ്പിസോഡുകൾ മാത്രം കാണുന്നവർ, അത്തരത്തിൽ പോലും കാണുന്ന ബിഗ് ബോസ് പ്രേമികളുണ്ട്. മോഹൻലാലിൻ്റെ ആരാധകരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഷോയിൽ കുറച്ചുകൂടി നിൽക്കുന്നത്. മോഹൻലാലിനെ കാണാൻ വേണ്ടി നിരവധി താരങ്ങൾ ഇതിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാലിനെ ഒന്ന് കണ്ടാൽ മതി, ഒന്ന് ഹഗ് ചെയ്താൽ മതി, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി തുടങ്ങിയുള്ള ആഗ്രഹങ്ങളുമായി എത്തുന്നവരും ഒരുപാട് പേരാണ്. സെലിബ്രിറ്റീസുകളാണ് കൂടുതലെങ്കിലും കോമൺ ആളുകളും എത്തും. അവരിലേക്ക് ഇത്തരം ഒരു വലിയ ക്യാമറയും വലിയ സെക്ഷനും വലിയൊരു ഗെയിം ഷോയും എത്തുക എന്നത് വളരെയധികം പ്രയാസപ്പെട്ട് തന്നെയാണ്. അത്തരത്തിൽ ഒരുപാട് അവസരങ്ങൾ ഒരുക്കുന്ന ഒരു ഷോ കൂടിയാണ് ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഇത്തവണ ഈ 8ാം സീസണിൽ മോഹൻലാൽ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 7 സീസണിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു. പതിവുകൾ തെറ്റിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ മോഹൻലാൽ ഉണ്ടാകില്ല എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.